സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് CPI സംസ്ഥാന നിർവാഹക സമിതി വിലയിരുത്തി. വെള്ളാപ്പള്ളി നടേശനോട് കാട്ടിയ മൃദു സമീപനം മുസ്ലിം ന്യൂനപക്ഷത്തെ അകറ്റിയെന്നും സമിതിയിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനങ്ങളുണ്ടായി. മേയർ സ്ഥാനത്തേക്ക് VV രാജേഷിനൊപ്പം കരമന അജിത്തിന്റെ പേരും പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. കണ്ണമ്മൂലയിൽ നിന്ന് ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനെ സ്ഥിരം സമിതി അധ്യക്ഷനാക്കി ഒപ്പം കൂട്ടാനും ചർച്ച നടക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ഇത്തവണ കമ്മീഷനില്ല. പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കും. LDF സർക്കാരിന്റെ ദുർഭരണത്തിനും ധാർഷ്ട്യത്തിനും വർഗീയ വിഭജനത്തിനുമെതിരായ വിധിയെഴുത്താണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 25 ലക്ഷം പേർ പുറത്താകും. രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒഴിവാക്കലിന്റെ കാരണം തേടിയെന്ന് റിപ്പോർട്ട്. പാലസ്തീനിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ 19 സിനിമകൾക്ക് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചതോടെ കേരള ഫിലിം ഫെസ്റ്റിവൽ പ്രതിസന്ധിയിലായെന്ന് റിപ്പോർട്ട്. വിദേശ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സെൻസറിംഗ് എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ ഇന്ന് ചാർട്ട് ചെയ്തിരുന്ന ചില ചിത്രങ്ങളുടെ പ്രദർശനം ക്യാൻസൽ ചെയ്തതായി ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. ഇന്ന് വെളുപ്പിനെ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ആന്ധ്രയിൽ നിന്നെത്തിയ 4 ശബരിമല തീർത്ഥാടകർക്ക് സാരമായ പരിക്കേറ്റു. ബസ്സിനടിയിൽപ്പെട്ട ഒരാളുടെ കാലറ്റുപോയി. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ പെൺകുട്ടിയോട് അശ്ലീലം പറഞ്ഞ യുവാവിന്റെ തല പെൺകുട്ടിയുടെ സുഹൃത്ത് അടിച്ചു പൊട്ടിച്ചു. ഇന്നലെ രാവിലെ 10-നായിരുന്നു സംഭവം. ചങ്ങനാശ്ശേരി സ്വദേശിക്കാണ് പരിക്കേറ്റത്. സ്വർണവില വീണ്ടും കുതിക്കുന്നു. പവന് 99,000 രൂപ കടന്നു. അടുത്ത ദിവസങ്ങളിൽ ലക്ഷം കടക്കുമെന്ന് സൂചന. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.